നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അതല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിൽ പ്രത്യേക ഓഡിയൻസിനെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് പല വാർത്തകളും പൊടിപ്പും തുങ്ങലും കൂട്ടി കൊടുക്കുന്ന ഒരുപാട് ചാനലുകൾ നമുക്കറിയാൻ പറ്റും. യൂട്യൂബ് സോഷ്യൽ മീഡിയ ചാനലുകളുടെ സ്ഥിരം പരിപാടിയാണ് ഇത്തരം മസാല കൂട്ടിയുള്ള അവതരണങ്ങൾ. എന്നാൽ ചില മുഖ്യധാരാ ചാനലുകളും ഇത്തരം പരിപാടികൾ നടത്തുന്നുണ്ട്. അവരുടെ ഉദ്ദേശം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പൊളിറ്റിക്കൽ ചിന്താഗതിയുള്ള ആളുകളെ അവരുടെ സ്വന്തക്കാരാക്കി തീർക്കുക, അവരുടെ വ്യൂവേഴ്സായി തീർക്കുക, അവരുടെ വ്യൂവർഷിപ്പ് വളരെയധികം വർദ്ധിപ്പിക്കുക, അതിനുശേഷം അവരെയെല്ലാം വരിക്കാരാക്കുക, പിന്നെ പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ചാനലുകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവയിൽ സ്വാഭാവികമായും പെട്ടുപോകുന്നത് വളരെ ചിന്താശേഷി കുറഞ്ഞ, വളരെ ഇമോഷണലായി മാത്രം പ്രതികരിക്കുന്ന ആളുകളാണ്. പെട്ടെന്ന് പറ്റിക്കാൻ കഴിയുന്ന ആളുകൾ, സ്വന്തമായിട്ട് കൂടുതൽ ചിന്താശേഷി ഇല്ലാത്ത പാവങ്ങളായിട്ടുള്ള ആളുകൾ, ഇത്തരം ആളുകളാണ് ഇത്തരം ചാനലുകളുടെ ഇത്തരം മസാല വെച്ചുള്ള അവതരണങ്ങളിൽ പെട്ടുപോവുക. ഉദാഹരണമായിട്ട് എന്നും പലസ്തീൻ ഇസ്രായേലിനെ ഓടിച്ചിട്ട് തോൽപ്പിക്കുന്ന വാർത്തകളായിരിക്കും ഇവയിൽ പലതും. അവരുടെ എല്ലാം ലക്ഷ്യം ചില സമയത്ത് മാത്രമാണ് പുറത്തു വരിക. അതിനു മുമ്പ് അവർ വ്യൂവേഴ്സിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങളും തേടും. എന്നാൽ ഇവിടെ ഞാൻ പറയുന്നത് മുഖ്യധാരാ ചാനലായിട്ടുള്ള ന്യൂസ് 18ൻ്റെ തമ്പനെയിലുകളെ കുറിച്ചാണ്. നിങ്ങൾ അതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വളരെ സെൻസിറ്റീവായിട്ടുള്ള രീതിയിൽ, വളരെ ഇമോഷണലായിട്ടുള്ള രീതിയിൽ പ്രേക്ഷകരെ ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ യൂട്യൂബ് ചാനലുകൾ കൊടുക്കുന്ന അതേ അത്തരത്തിലുള്ള തമ്പനെയിലുകൾ വെച്ചുകൊണ്ടാണ് ന്യൂസ് 18 വാർത്ത കൊടുക്കുക. എന്നുവെച്ചാൽ വെറും ബിസിനസ്സും വ്യൂവർഷിപ്പും സമൂഹത്തിനോട് ഒരു തരത്തിലുള്ള ബാധ്യത നിറവേറ്റാത്ത തരത്തിലുള്ള തമ്പനെയിലുകളും ഹെഡ്ലൈനുകളും വെച്ചുകൊണ്ടാണ് ന്യൂസ് 18 എന്ന് പറയുന്ന ചാനൽ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രസരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പാവങ്ങളായിട്ടുള്ള, ചിന്താശേഷി കുറഞ്ഞിട്ടുള്ള സാധാരണക്കാർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. അതിൻ്റെ നിലവാരവും സാധാരണ നടത്തുന്ന യൂട്യൂബ് ചാനലുകളുടെ നിലവാരവും ഒന്നു തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ക്ലിക്കുകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ നമ്മളിൽ നിന്നുണ്ടാവണം. അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ നിലവാരം കുറയുമ്പോഴാണ് അവർക്ക് വ്യൂവർഷിപ്പ് വർദ്ധിക്കുക എന്നുള്ളത് അവർ മനസ്സിലാക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന വാർത്തകൾ തരുന്നവരല്ല യഥാർത്ഥ ചാനലുകൾ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണ്ടതുണ്ട്.